ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ പ്രവർത്തനം കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. അവിയൽ മലയാളികളുടെ ഇഷ്ടവിഭവമാണ് അവിയൽ. അത്യന്തം സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമാണിത്. അവിയൽ ഉണ്ടായതിനെ പറ്റി ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. അതിലെ ഒരു കഥ ഇതാ. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഇരയിമ്മൻ തമ്പി. ഒരിക്കൽ കൊട്ടാരത്തിൽ സദ്യ നടന്നപ്പോൾ കറി തികയാതെ വന്നു. പാചകശാലയിൽ ചെന്ന ഇരയിമ്മൻ തമ്പി അരിഞ്ഞുകൂട്ടിയ പലതരം പച്ചക്കറികളുടെ കഷ്ണങ്ങൾ കണ്ടു. അതെല്ലാം കൂടി ഒരു വലിയ ചരുവത്തിലിട്ട് വേവിച്ച് എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കി. എന്നാൽ അത് വേറൊരു കറിയായി. ഊണിന് വിളമ്പി നല്ല രുചിയും മണവുമുള്ള കറി. എല്ലാവർക്കും വലിയ ഇഷ്ടമായി. പുതിയ വിഭവത്തിന് പിടിവലിയായി. കൂടുതൽ സ്വാദോടെ ഈ വിഭവം വീണ്ടും ഉണ്ടാക്കി. അതിന് അവിയൽ എന്ന് പേരിടുകയും ചെയ്തു. ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, വെള്ളരിക്ക, പാവയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക് തുടങ്ങിയ വിവിധ ഇനം പച്ചക്കറികൾ അവിയലിൽ ചേർക്കാം. എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. അരിഞ്ഞ പച്ചക്കറി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുന്നു. വെന്തു കഴിഞ്ഞാൽ തൈരൊഴിക്കുന്നു. ചില സ്ഥലങ്ങളിൽ തൈരിനു പകരം പച്ചമാങ്ങ ചേർത്തും അവിയൽ ഉണ്ടാക്കാറുണ്ട്. തുടർന്ന് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ചിടുന്നു. വാങ്ങിവെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അവിയൽ തയ്യാർ. ചരുവം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലും അടിയിലും വിസ്താരമേറിയ ഒരു വലിയ പാത്രത്തിനാണ് ഇങ്ങനെ പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഏതു വിഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിയൽ ഉണ്ടായത്? ഫസ്റ്റ് വൺ ഓലൻ, സെക്കൻഡ് വൺ കാളൻ, തേർഡ് വൺ എരിശ്ശേരി, ഫോർത്ത് വൺ തോരൻ. ഏതാണ് ആൻസർ? എരിശ്ശേരിയാണ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിവരണത്തിൽ അങ്ങേയറ്റം എന്ന പദത്തിനു പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? ഫസ്റ്റ് വൺ വിവിധ ഇനം, സെക്കൻഡ് വൺ ചരുവം, തേർഡ് വൺ കൂട്ടിവെച്ച, ഫോർത്ത് വൺ അത്യന്തം. ഏതാണ് ആൻസർ? അത്യന്തം എന്ന വാക്കാണ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, പുതിയ വിഭവത്തിന് ആവശ്യക്കാർ തിരക്ക് കൂട്ടി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏതാണ്? പിടിവലിയായി. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെ? നമ്മൾക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, പച്ചപ്പയർ, ബീൻസ്, വെള്ളരിക്ക, പാവയ്ക്ക, നേന്ത്രക്കായ, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികൾ നീളത്തിൽ അരിഞ്ഞ് ഇവ മഞ്ഞൾപ്പൊടിയിട്ട് വേവിക്കുക. വെന്ത ശേഷം തൈരോ പച്ചമാങ്ങയോ ചേർക്കുക. ശേഷം തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചതച്ചിട്ട ശേഷം വാങ്ങിവെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവിയൽ സ്വാദിഷ്ടവും പോഷകപ്രദവുമായ വിഭവമായി കണക്കാക്കാൻ കാരണം എന്താണ്? ഫസ്റ്റ് വൺ, പരിപ്പ്, വെണ്ടയ്ക്ക തുടങ്ങിയവ അവിയലിൽ ഉൾപ്പെടുത്താത്തതിനാൽ. പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാൽ. തേർഡ് വൺ, തൈര് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതിനാൽ. ഫോർത്ത് വൺ, വിവിധ ഇനം മസാലക്കൂട്ടുകൾ ചേർക്കാത്തതിനാൽ. ഏതാണ് ആൻസർ? രണ്ടാമത്തെ ഓപ്ഷനാണ് അല്ലേ? പലതരം പച്ചക്കറികൾ, തൈര്, ജീരകം, തേങ്ങ, കറിവേപ്പില തുടങ്ങിയവ ഉൾപ്പെടുന്നതിനാലാണ്. പ്രവർത്തനം 3, പോസ്റ്റർ തയ്യാറാക്കാം. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം ആണവ? ഭക്ഷ്യവിഷബാധ, കുട്ടികൾ ആശുപത്രിയിൽ. തോട്ടങ്ങളിൽ വ്യാപകമായ എൻഡോസൾഫാൻ പ്രയോഗം. പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം. 500 കിലോഗ്രാം ഫോർമാലിൻ കലർന്ന മത്സ്യം പിടിച്ചു. മാറാരോഗങ്ങൾ പെരുകുന്നു. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്ററിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? ആകർഷകമായ വാക്യങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെയോ ചിത്രങ്ങളും ഉൾപ്പെടുത്താം. ഒരു ഉദാഹരണം താഴെ നൽകിയിരിക്കുന്നത് നോക്കൂ. ശുചിത്വം ശീലമാക്കൂ, രോഗങ്ങളെ അകറ്റൂ. കുടിവെള്ളം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തൂ. ശാസ്ത്രീയ പരിശീലനം ലഭിച്ചവർ മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക. ഫോർമാലിൻ കലർന്ന മത്സ്യം ഇറക്കുമതി ചെയ്യുന്നത് തടയുക. എൻഡോസൾഫാൻ എന്ന മാരക വിഷത്തെ തുരത്തിയോടിക്കൂ. പ്രവർത്തനം 3, ആത്മകഥ. എന്നെ തൂക്കി വിൽക്കല്ലേ. വളരെ നേരിയ ശബ്ദത്തിലുള്ള തൂമ്പയുടെ കരച്ചിൽ ആരു കേൾക്കാൻ? ഇരുമ്പ് പണിക്കാരന്റെ ആലയിൽ നിന്ന് തോളിലേറ്റിയാണ് എന്നെ നാണുവേട്ടൻ കൊണ്ടുപോയത്. എന്തൊരു സ്വീകരണമായിരുന്നു! പാടങ്ങളും പറമ്പുകളും കിളച്ചുമറിച്ച സുവർണകാലം. പൊന്നുപോലെ പരിപാലിച്ചവർ.
കല്ലിൽ തട്ടി വക്കുമടങ്ങിയപ്പോൾ ഉണ്ടായൊരു വേദന. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ വേദനിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും തൂമ്പ തന്റെ ജീവിതമോർത്തു. തൂമ്പയുടെ ആത്മകഥ എഴുതൂ. നമ്മൾക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? ഇരുമ്പ് പണിക്കാരന്റെ ആലയിലെ തീച്ചൂളയിൽ നിന്ന് ഉരുക്കിയെടുത്ത പാളിയിലൂടെയാണ് ഞാൻ ജനിക്കുന്നത്. പളപള മിന്നുന്ന എന്നെ അവിടെ നിന്നും തോളിലേറ്റിയാണ് നാണുവേട്ടൻ കൊണ്ടുപോയത്. എന്തൊരു സ്വീകരണമായിരുന്നു! പാടങ്ങളും പറമ്പുകളും കിളച്ചുമറിച്ച സുവർണകാലം. എന്നെ അവർ പൊന്നുപോലെ പരിപാലിച്ചു. കല്ലിൽ തട്ടി വക്കുമടങ്ങിയപ്പോൾ ഉണ്ടായൊരു വേദന. എങ്കിലും അവർ സൂക്ഷിച്ച് മടക്കു നിവർത്തിയപ്പോഴാണ് ആശ്വാസമായത്. എന്തിനും ഏതിനും എന്നെ കൊണ്ടുപോയിരുന്ന അവർ ചില ദിവസങ്ങളിൽ കൊണ്ടുപോകാതെയായി. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ വെറും ഒരു നോക്കുകുത്തിയായി. ഓരോ ദിവസം നാണുവേട്ടന്റെ കൂടെ പാടത്തേക്ക് പോയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. വലിയൊരു യന്ത്രം ഉരുണ്ടുരുണ്ട പാടമെല്ലാം കിളയ്ക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. നാണുവേട്ടൻ എന്നെ അവിടെ വെച്ച് യന്ത്രത്തിനടുത്തേക്ക് പോയി. ഒരു മൂലയിൽ എന്നെ കണ്ട നാണുവേട്ടന്റെ ചങ്ങാതി ചോദിച്ചു, ഇതിനി നിനക്ക് എന്തിനാ? കടയിൽ കൊടുത്താൽ നല്ല കാശ് കിട്ടും. അന്ന് തിരികെ പോകുമ്പോൾ നാണുവേട്ടൻ നേരെ പോയത് എന്നെ തൂക്കി വിൽക്കാനായിരുന്നു. അവിടെ എത്തിയതും ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നെ തൂക്കി വിൽക്കല്ലേ. വളരെ നേരിയ ശബ്ദത്തിലുള്ള എന്റെ കരച്ചിൽ ആരും കേട്ടില്ല. പ്രവർത്തനം 4. വിളംബരം തയ്യാറാക്കാം. GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുന്നു. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR ശ്രീജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന കായികമേള ജനങ്ങളെ അറിയിക്കുന്നതിനായി ഒരു വിളംബരം തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്കൊന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ? പ്രിയപ്പെട്ട നാട്ടുകാരെ, വീട്ടുകാരെ, GLP സ്കൂൾ കനകമലയുടെ 100ാം വാർഷികം അതിഗംഭീരമായി ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി കായികമേള സംഘടിപ്പിക്കുകയാണ്. 2023 ഡിസംബർ 20 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പ്രമുഖ ഇന്ത്യൻ ഹോക്കി താരം ശ്രീ PR ശ്രീജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കുന്ന ഈ കായികമേളയിലേക്ക് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രവർത്തനം 5. വരികൾ കൂട്ടിച്ചേർക്കാം. താഴെ ഒരു കവിതാഭാഗമാണ് നൽകിയിരിക്കുന്നത്. എന്താണത്? അഴകേറുന്നൊരു കേരള നാടിൻ കാഴ്ചകൾ കാണാൻ എന്തുരസം, കുന്നും പുഴയും മാമണിമേടും പച്ച പുതച്ചൊരു നെൽവയലും. ഇനി ഈ കവിതയ്ക്ക് ബാക്കി വരികൾ കൂട്ടിച്ചേർത്ത് കൂട്ടുകാരോട് ഇത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയ്ക്ക് ഉചിതമായ തലക്കെട്ടും നൽകാൻ പറഞ്ഞിട്ടുണ്ട്. കവിതയുടെ ബാക്കി വരികൾ നമ്മൾക്കൊന്ന് പൂർത്തിയാക്കി നോക്കാം. കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും വെള്ളിയരഞ്ഞാൻ പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കാറ്റിൻ പാട്ടിനു കാതോർത്തിയിടും ശലഭം പാറും പൂവുകളും പക്ഷികൾ പാടും പൂന്തോപ്പുകളും അണിയണി നിൽക്കും തെങ്ങുകളും ഓണപ്പാട്ടും വള്ളം കളിയും തെയ്യം പടയണി കഥകളിയും ശംഖധ്വനിയും ബാങ്കുവിളിയും പള്ളിമണികളും കേൾക്കും നാട്. ഇനി ഈ കവിതയ്ക്ക് ഉചിതമായൊരു തലക്കെട്ടാണ് നമ്മൾക്ക് നൽകേണ്ടത്. എന്താണ് നമ്മൾ നൽകുന്നത്? കേരള നാട്. പ്രവർത്തനം 6. ആസ്വാദന കുറിപ്പ്. പുഴയിൽ കുളിക്കാൻ പോയപ്പോഴാണ് കിച്ചുവിന് കുഞ്ഞുമീനിനെ കിട്ടിയത്. തോർത്തുമുണ്ടുകൊണ്ട് കോരിയെടുത്തതാണ്. കൂടെ ഉണ്ടായിരുന്ന മീനുകളെല്ലാം ഞൊടിയിടയിൽ തെന്നിമാറി. കുഞ്ഞുമീൻ മാത്രം തോർത്തിൽ കുടുങ്ങി. കിച്ചു കുഞ്ഞുമീനിനെ ചില്ലുഭരണിയിലെ വെള്ളത്തിലിട്ടു. തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള ചന്തമുള്ള മീൻ. അരിമണി തിന്നാൻ കൊടുത്തു. കുഞ്ഞുമീൻ അത് കണ്ടതായി പോലും ഭാവിച്ചില്ല. 2 ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞുമീൻ ഒന്നും തിന്നില്ല. എപ്പോഴും ഒരേ നിൽപ്പ്, നീന്താറുമില്ല, മുങ്ങാങ്കുഴി ഇടാറുമില്ല. നിനക്ക് എന്തു പറ്റി? കിച്ചു ചോദിച്ചു. അതിന് ഒരു മറുചോദ്യമാണ് കുഞ്ഞുമീൻ ചോദിച്ചത്. നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു? കിച്ചു അവൻ കണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങാടിയിൽ പോയതും വണ്ടികൾ കണ്ടതും സ്കൂളിൽ കൂട്ടുകാരുമായി കളിച്ചതും മഴവെള്ളത്തിൽ കടലാസ് തോണി ഇറക്കിയതും എല്ലാം അവൻ പറഞ്ഞു. എന്റെ കാര്യമോ? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ കൂട്ടുകാരെല്ലാം പുഴയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നുണ്ടാവും. അവർ എന്തെല്ലാം കളികൾ കളിക്കുന്നുണ്ടാവും. കുഞ്ഞുമീൻ സങ്കടപ്പെട്ടു.
കിച്ചുവിനും അതു കേട്ട് സങ്കടമായി. അവൻ ചില്ലുഭരണിയും എടുത്ത് പുഴവക്കത്തേക്ക് നടന്നു. കഥ വായിച്ചല്ലോ, കഥയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ. നമ്മൾക്കൊന്ന് എഴുതി നോക്കാം അല്ലേ കൂട്ടുകാരെ? ചില്ലുഭരണിയിലെ വെള്ളത്തിൽ അകപ്പെട്ട കുഞ്ഞു മീനിന്റെ കഥയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മീനുകളോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്നത് കൊണ്ടാണ് കിച്ചു കുളിക്കാൻ പോയപ്പോൾ കുഞ്ഞു മീനിനെ പിടിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞു മീനിനെ കുറിച്ച് വർണ്ണിച്ചതിലൂടെ വായനക്കാർക്ക് ആ മീനിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ഭാവനയിലൂടെ കാണാൻ സാധിക്കുന്നു. തനിക്ക് തിരികെ തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാനും കാഴ്ചകൾ കാണാനും വേണ്ടിയാണ് കുഞ്ഞു കുട്ടികളെ പോലെ ഭക്ഷണം കഴിക്കാതെയും നീന്താതെയും ഇരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വാശി പിടിച്ച് ഇരിക്കുന്നതിന് കാരണം ചോദിച്ചപ്പോൾ കുഞ്ഞുമീൻ ഒരു മറുചോദ്യമാണ് കിച്ചുവിനോട് ചോദിച്ചത്. കിച്ചുവിന് കിട്ടുന്ന സ്വാതന്ത്ര്യം പോലെ തനിക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നൽകിക്കൂടാ എന്നായിരുന്നു ആ ചോദ്യം. അതുകേട്ട് കിച്ചുവിനുണ്ടാകുന്ന മനസ്സലിവും കുഞ്ഞുമീനിനെ തിരികെ പുഴയിൽ കൊണ്ടുവിടാനുള്ള വികാരവും കഥയിലൂടെ വായനക്കാരന് മനസ്സിലാവുന്നു. കഥ വായിക്കുമ്പോൾ വായനക്കാരന് സംഭവം ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞുമീനിന്റെ അനുഭവം അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ ഇന്ന് എന്തെല്ലാം കാഴ്ചകൾ കണ്ടു എന്ന കുഞ്ഞുമീനിന്റെ ചോദ്യം മനസ്സിനെ സങ്കടപ്പെടുത്തുന്നതാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കഥയിലൂടെ വായനക്കാരന് മനസ്സിലാക്കി തരുന്നു. കുറഞ്ഞ വരികളിലൂടെ വലിയൊരു ആശയമാണ് കഥയിലൂടെ മനസ്സിലാകുന്നത്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.